നമോ ഹിമാലയ. എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ചത്തെ നിങ്ങൾ റീഡിങ് നോക്കാം. നിങ്ങളുടെ എനർജി എന്താണ് തടസ്സം, ഡിവൈൻ്റെ മെസ്സേജ് എന്താണ്, എങ്ങനെയായിരിക്കും ഈ ആഴ്ച, അതിൻ്റെ റീഡിങ് നോക്കാം. നിങ്ങളെല്ലാവരും ഒരു ആഗ്രഹം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇറ്റ്സ് എ ജനറൽ റീഡിങ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് റെസൊണേറ്റ് ആയെന്ന് വരില്ല, എന്നാലും ഒരു 80% ഇത് കറക്റ്റായിട്ട് വരും, ജനറൽ റീഡിങ് ആണെങ്കിലും. ബിക്കോസ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, ഒരേ കാര്യമല്ലല്ലോ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കാം. സോ നമുക്ക് റീഡിങ് നോക്കാം. നിങ്ങളുടെ എനർജി എന്താണ് ബ്ലോക്കേജ്, തടസ്സം എന്താണ്, യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണ്, ആൻഡ് എന്താണ് നിങ്ങൾ ഇന്ന് ഈ ആഴ്ചത്തെ എങ്ങനെ ഉണ്ടായിരിക്കും, നല്ലതാണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമോ, നിങ്ങളെ കാര്യം വിചാരിച്ച പോലെ എല്ലാം നടക്കുമോ എന്നുള്ളതാണ് 4ാമത്തെ കാർഡ്. സോ നിങ്ങളെ എനർജി ഈ ആഴ്ച, നിങ്ങളെ എനർജി ഇസ് ലൈക്ക് ഒരു ഭയങ്കര യൂത്ത്ഫുൾ എനർജിയാണ്. നിങ്ങൾക്ക് കുറേ കാര്യം ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹാട്ടോ, നിങ്ങൾ മനസ്സിൽ ആ ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുവാന്നുള്ളത്. ലൈക്ക് ഒരു ന്യൂ ബിഗിനിങ്. ആൻഡ് ഡിവൈൻ ഗൈഡൻസ് നല്ലോണം ഉണ്ട്. യു ക്യാൻ സീ ഇവിടെ ഒരു നായ്ക്കുട്ടീനെ കാണാൻ പറ്റുന്നുണ്ടോ, ഒരു വൈറ്റ് കളർ. മീൻസ് നിങ്ങൾക്ക് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് നല്ലോണം ഉണ്ട്. ബട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അത്ര നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടല്ല മുന്നോട്ടേക്ക് പോകുന്നത്. ലൈക്ക് ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് പോകുന്നത്. അതിന് മുന്നിലേക്ക് അപകടമാണോ നല്ലതാണോ ഒന്നും ചിന്തിക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് മുന്നിലേക്ക് സ്റ്റെപ്പ് അങ്ങ് വെക്കുക ചെയ്യുന്നത്. ഡിവൈൻ ഒത്തിരി വിശ്വസിക്കുന്നത്, ദൈവത്തിനെ ഒത്തിരി വിശ്വസിച്ച് നിങ്ങൾ അങ്ങ് മുന്നിലേക്ക് അങ്ങ് നടക്കുക ചെയ്യുന്നത്. കയ്യിലൊരു റോസ് ഉണ്ട്, വെള്ള കളർ റോസാ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നല്ല ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ ഡിവൈൻ പ്രൊട്ടക്ഷന്റെ വിശ്വാസത്തോട് കൂടി തന്നെയാണ് നിങ്ങൾ മുന്നിൽ കുഴിയാണോ കുണ്ടാണോ അല്ലെങ്കിൽ നല്ല ഗ്രീനറി ആണോ ഒന്നും ചിന്തിക്കാണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നടക്കുക ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് കാർഡ്. ഇതാണ് നിങ്ങളുടെ എനർജി. ആൻഡ് എന്താണ് തടസ്സം? 5 ഓഫ് വാണ്ട്. തടസ്സം എന്ന് വെച്ചാൽ നിങ്ങളെ പിന്നിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാർ, നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആൾക്കാരും നിങ്ങളെ കൂടെയുള്ള ആൾക്കാരും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. പക്ഷേ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം പ്രസന്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് നിങ്ങളെ ചിലപ്പം വീട്ടുകാർ പറയുന്നുണ്ടാവും, അത് ചെയ്യണ്ട, അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തടയുന്നുണ്ടാവാം. പക്ഷെ തടയുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് വിജയം എന്തായാലും ഉണ്ടാവുന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ തന്നെ നിങ്ങളെ കൂടെ നിൽക്കും. നീ ചെയ്ത നല്ല കാര്യമായി നീ ചെയ്തതെന്ന് പറയും. തടസ്സം വാട്ട് എന്ന് വെച്ചാൽ നിങ്ങളെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യേണ്ടെന്ന് പറയും. പക്ഷെ നിങ്ങൾ ആ കാര്യം ചെയ്യും, ആ കാര്യത്തിൽ വിജയം ഉണ്ടാകുമ്പോൾ നിങ്ങളെ എതിർത്ത് നിന്ന ആൾക്കാർ തന്നെ നിങ്ങളെ പുകഴ്ത്തും, നീ ഭയങ്കര സംഭവമാട്ടോ എന്ന് പറയും. ദിസ് ഈസ് ദ സെക്കൻഡ് കാർഡ്. ഡിവൈൻ മെസ്സേജ്. ഡിവൈൻ്റെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ, എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അത് ചെയ്യാം. അല്ലാണ്ട് അവരെന്ത് പറയും ഇവരെന്ത് പറയുന്നു ചിന്തിച്ച് നിൽക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ വേഗം ചെയ്യാം. 7 ഓഫ് സോഡ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇയാളെ കണ്ടോ? ഇയാള് എന്തോ സാധനം എടുത്തിട്ട് വേഗം അവിടുന്ന് പോകുന്ന പോലെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേഗം അവിടുന്ന് മാറുന്ന ഒരു എനർജിയാണിത്. ലൈക്ക് നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക, അല്ലാണ്ട് അവരെന്ത് പറയും ഇവരെന്ത് പറയുന്നു വിചാരിച്ച് നിന്നാലേ ഒന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്നാലും നിങ്ങൾ മൈൻഡ് അവരെന്ത് പറയുന്നു നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ബട്ട് എന്നാലും നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ മുന്നോട്ടേക്ക് പോകും. ദിസ് ഇസ് ദ ഡിവൈൻ മെസ്സേജ്. ആൻഡ് ഓവറോൾ റിസൾട്ട് എന്തായിരിക്കും? ഓവറോൾ റിസൾട്ട്, ദർ ഇസ് എ സ്ട്രഗ്ലിങ്. ഈ ഒരാഴ്ച ഓവറോൾ റിസൾട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണ്ടെങ്കിൽ
സ്ട്രഗ്ലിംഗ് ഉണ്ട്. ബിക്കോസ് ഇതിൻ്റെ അകത്ത് എല്ലാം വന്നൊരു കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ നിങ്ങളെ പിന്നാലെ നടത്തി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് ചെയ്യണ്ടട്ടോ, ഇത് ചെയ്യണ്ടട്ടോ, അങ്ങനെ ചെയ്യത്തുള്ളൂ, അതിങ്ങനെയാവും, ഇങ്ങനെയാവും, അങ്ങനെയാവുന്നത് പലതും നിങ്ങൾക്കൊരു ചുറ്റുപാടുന്ന ആൾക്കാരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അറിയുന്ന ആൾക്കാരന് നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് തടയാൻ ശ്രമിക്കും. പക്ഷേങ്കിൽ വിജയം എന്തായാലും ഉണ്ടാവും എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു കാര്യം. നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വിജയം എന്തായാലും ഉണ്ടാവും. ഡിവൈൻ്റെ മെസ്സേജ്, നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്തോളൂ, അതിന് യാതൊരു തടസ്സമില്ല. ബാക്കത്തെ ആൾക്കാർ പലതും ആൾക്കാരോട് പറയും, അത് മൈൻഡ് ആക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യാം. ഓവറോൾ നിങ്ങളെ കാര്യം, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച കാര്യം അത് നിങ്ങൾ ചെയ്യാം. ആൾക്കാർ നിങ്ങൾ ചെയ്യണ്ട, അതാക്കണ്ട, പറയണ്ട എന്ന് പറയുമെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം, ശരിയാണെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ദ ഫൂൾ കാർഡാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് അതിൻ്റെ അകത്ത് ഒത്തിരി ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ ദൈവത്തെ മാത്രം വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് നടക്കാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. സോ ദൈവത്തിനെ മാത്രം മുന്നോട്ട് വിശ്വസിച്ച് നടന്നാലും ദൈവം ചതിക്കത്തില്ല, ദൈവം കൂടെ ഉണ്ടാവും. കുഴിയിലും കുണ്ടിലൊന്നും നിങ്ങൾ ചെന്ന് പെടത്തില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കാർഡിൽ വരുന്നത്. സോ ഇത് ഈ ആഴ്ചത്തെ റീഡിംഗ് ആണ്. ഇത് മാച്ചിങ് ആവുന്ന ആൾക്കാർ റെസൊണേറ്റ് ചെയ്യാമെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഇതിൻ്റെ അകത്ത് റെസൊണേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ബിക്കോസ് ഇത് ജനറൽ റീഡിംഗ് ആണ്. ബട്ട് ഓവറോൾ ഇത് റെസൊണേറ്റ് ആവും. ഒരു 90% ആൾക്കാർക്കും ഇത് റെസൊണേറ്റ് ആയി വരും. സോ റീഡിംഗ് ഇഷ്ടമായിട്ട് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമോ ഹിമാലയ.